സംസ്ഥാന മന്ത്രിസഭയിൽ ലാളിത്യത്തിൻ്റെ മുഖമായിരുന്ന കെ രാധാകൃഷ്ണൻ ഇനി പാർലമെൻറ്റിൽ ചെങ്കനലായി ശോഭിക്കും. ലളിത ജീവിതവും വിനയവും കൊണ്ട് ഏവരുടെയും ആദരം നേടിയ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് പാർലമെൻറ്റിൽ അംഗമാകാനായി പോകുമ്പോൾ സന്തോഷമല്ല, വിഷമമാണ്. പ്രത്യേകിച്ച് ചേലക്കരക്കാർക്കും ന്യായമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ളവർക്കും ഉണ്ടാകുന്നത്. ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു മന്ത്രി, പട്ടിക വിഭാഗത്തിൻ്റെയും പിന്നോക്കക്കാരുടെയും ക്ഷേമം മുൻനിർത്തി സാമൂഹ്യനീതിക്കായി അധികാരസ്ഥാനം ഉപയോഗപ്പെടുത്തിയ മന്ത്രിയെയാണ് സംസ്ഥാനത്തിന് നഷ്ടമാകുന്നത്. മൃദുവായിട്ടാണെങ്കിലും വ്യക്തമായാണ് മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും രാധാകൃഷ്ണൻ തൻ്റെ നിലപാടുകൾ ഉറപ്പിച്ചിരുന്നത്. നാളെ രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് പോകും. 24-നും 25-നുമായാണ് MP-മാരുടെ സത്യപ്രതിജ്ഞ. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് ഒടുവിൽ ആലത്തൂരിൽ അഭിമാനം കാത്ത ജയം. സാധാരണക്കാരനായ എന്നെപ്പോലെ ഒരാൾക്ക് ചെന്നെത്താൻ കഴിയാത്ത അത്ര ഉയരത്തിലെത്താൻ സഹായിച്ച പാർട്ടിക്ക് നന്ദി. നിയമസഭാംഗവും മന്ത്രിയുമായിരിക്കെ വഴികാട്ടിയ മഹാരഥന്മാർക്കും നന്ദി. ഇങ്ങനെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ നിയമസഭ വിട്ടിറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് രണ്ടാമനായിട്ടായിരുന്നു രാധാകൃഷ്ണൻ്റെ ഇരിപ്പിടം. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ പരിചയസമ്പന്നനായ ഒരംഗം. ചോദ്യോത്തര വേളയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ചോദ്യത്തിനാണ് നിയമസഭയിലെ അവസാന ഉത്തരം രാധാകൃഷ്ണൻ പറഞ്ഞത്. 96-ൽ ചേലക്കരയിൽ നിന്നായിരുന്നു നിയമസഭയിലേക്ക് രാധാകൃഷ്ണൻ്റെ ആദ്യ ജയം. ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രി പദവി. EK നായനാർ മന്ത്രിസഭയിൽ പട്ടികജാതി, പട്ടികവർഗ ക്ഷേമം, യുവജനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2001-ൽ സീറ്റ് നിലനിർത്തി, പ്രതിപക്ഷ വിപ്പായി. 2006-ൽ സ്പീക്കർ. 2011-ലും ചേലക്കരയിൽ നിന്ന് വിജയിച്ചു. 2016-ൽ മത്സരിച്ചില്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ജില്ലാ സെക്രട്ടറിയായും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ്, ദളിത് ശോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളായ ചിന്നമ്മയുടെയും കൊച്ചുണ്ണിയുടെയും 8 മക്കളിൽ ഒരാളാണ് കെ രാധാകൃഷ്ണൻ. പിന്നീട് ചേലക്കരയിലേക്ക് താമസം മാറി. അന്നു മുതൽ കൃഷിയിടത്തിൽ സജീവമാണ്. പഠിക്കാൻ പണം കണ്ടെത്തിയിരുന്നതും സ്വന്തം കൃഷിയിലൂടെയായിരുന്നു. പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി, ഊര് എന്നിങ്ങനെയുള്ള പേരുകൾ ഒഴിവാക്കി നഗരെന്നും പ്രകൃതി എന്നും വിളിക്കണമെന്ന ചരിത്രപരമായ തീരുമാനങ്ങളെടുത്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ പോലും സംവരണം അട്ടിമറിക്കാൻ നീക്കം നടന്നപ്പോഴൊക്കെ മന്ത്രിയുടെ ഇടപെടലുകളുണ്ടായി. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 691 വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ ഇടപെടലിലായിരുന്നു. 255 കുട്ടികൾ ഈ സെപ്റ്റംബറിൽ വിദേശത്തേക്ക് പോകുന്നുണ്ട്. 150 ഗോത്രവർഗ കുട്ടികൾ എയർ ഹോസ്റ്റസുമാരായി. ഗോത്രവർഗ യുവാക്കളെ പൈലറ്റുമാരാക്കുന്നതിനുള്ള വിങ്സ് പദ്ധതി, അന്താരാഷ്ട്ര വിമാനം പറത്തുന്നതിനുള്ള പരിശീലനം നേടുന്നതിന് 5 കുട്ടികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം, പട്ടികവർഗക്കാർ കഴിയുന്ന 1285 കേന്ദ്രങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇങ്ങനെ നീളുന്നു അവശ്യ ജനതയ്ക്കായി രാധാകൃഷ്ണൻ കൊണ്ടുവന്ന നേട്ടങ്ങൾ.